ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലെ ജ്വരനിദാനാധികാരം എന്ന 1-ാം അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ശ്ലോകമാണ് നോക്കുന്നത്. ശ്ലോകം: നീജസ്ഥിതസ്യധ്മാനോർദശാക്ഷിനാശം ജ്വരം ശിരോരോഗം ബന്ധനമദ്യദ്വരുജ കുഷ്ഠസ്യ ച ദർശനം ചിഹ്നം. ജാതകം എന്ന പുസ്തകത്തിലെ ശ്ലോകമാണിത്. നീജസ്ഥിതസ്യ ഭാനോർ, നീചരാശിയിൽ നിൽക്കുന്ന ഭാനു ആദിത്യൻ. ദശാക്ഷിനാശം, ദശാകാലത്ത്, നീചരാശിയിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലത്ത് അക്ഷിനാശം കണ്ണിന് രോഗവും ജ്വരവും ശിരോരോഗവും ബന്ധനവും അധികമായി വഴിനടക്കൽ മൂലം രോഗവും കുഷ്ഠരോഗവും ഉണ്ടാകും. ക്ഷീണചന്ദ്രൻ്റെ ദശാകാലത്തും ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അടുത്ത സാരാവലിയിലെ ഒരു ശ്ലോകം നോക്കാം. സുഹൃദ് ബന്ധു സമായോഗോ ഭൂനിമിത്തേ കലിർഭവേത് ദേഹപീഡാജ്വരോ വ്യാധി ശിഖി മധ്യഗതേ ബുധേ. കേതുദശയിൽ ബുധൻ്റെ അപഹാരത്തിൽ ഇഷ്ടജനങ്ങളുടെയും ബന്ധുക്കളുടെയും വിയോഗവും ഭൂമി കാരണമായി കലഹവും ശരീരപീഡയും ജ്വരരോഗവും ഉണ്ടാകും. കേതുദശയിൽ ബുധാപഹാരത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളുടെ നാശത്തിനായി ഉദ്ബുദ്ധ്യസ്വ എന്നാദിയായ മന്ത്രം ജപിക്കണം. കടലാടി കൊണ്ട് ഹോമം ചെയ്യുകയും സ്വർണം ദാനം ചെയ്യുകയും ധരിക്കുകയും വേണം. ശനിയുടെ ദശാകാലത്ത് രാഹുവിൻ്റെ അപഹാരത്തിലും ഈ ഫലങ്ങൾ ഉണ്ടാകും. അതാതു ഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്ന ദോഷാനുഭവങ്ങളുടെ ശാന്തിക്കായി ജപഹോമാദികളും സത്കർമ്മങ്ങളും ചെയ്യണം. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ബാധത്തെ തശാന്തിരൗഷധൈർദാനൈ ജപഹോമസുരാർച്ചനൈ. ജന്മാന്തരത്തിൽ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ വ്യാധിരൂപത്തിൽ ഇപ്പോൾ ഉപദ്രവിക്കുന്നു. ഔഷധം, ദാനം, ജപം, ഹോമം, ഈശ്വരപൂജ എന്നിവ കൊണ്ട് അവയ്ക്ക് ശാന്തി വരുത്തണം. ഇവിടെ നീചസ്ഥനായ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളുടെ സമാധാനത്തിനായി ആകൃഷ്ണേന എന്നു തുടങ്ങിയ മന്ത്രജപവും എരിക്കിൻ കമ്പ് സമിത്താക്കി ഹോമവും പശുദാനവും ചെയ്യണം. രോഗാരംഭത്തിലോ രോഗാമൂർച്ഛയിലോ വ്യാധിക്കു കാരണമായ മുജ്ജന്മ കർമ്മദോഷം എന്താണെന്ന് ജാതകം കൊണ്ടും പ്രശ്നം കൊണ്ടും ചിന്തിക്കണം. ഇതിന് പ്രഗത്ഭരും പണ്ഡിതരുമായ ജ്യോതിഷന്മാരുടെ ഉപദേശം തേടണം. എന്നിട്ട് കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കി മുജ്ജന്മ കർമ്മദോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിക്രിയ പ്രഗത്ഭരായ തന്ത്രിമാരെ കൊണ്ട് ചെയ്യിക്കണം. ഇവിടെ ഇന്ന ദശയിൽ ഇന്ന അപഹാരത്തിൽ ഇന്ന രോഗങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഇനി അടുത്ത് ബലം കുറഞ്ഞ സൂര്യൻ സ്നാനവും പരിഹാരവുമാണ്. മനശിലേലാസുരദാരു കുങ്കുമൈരുശീരയഷ്ടിമധു പദ്മകാന്വിതൈ സതാമ്രപുഷ്പേ വിഷമസ്ഥിതേ രവോ ശുഭാവഹം സ്നാനമുദാഹൃതം ബുധൈ. മനശിലേല, മനശില ഏലത്തരി, സുരദാരു ദേവദാരം, കുങ്കുമം ഉശീരം രാമച്ചം, യഷ്ടിമധു ഇരട്ടിമധുരം, പദ്മകം പതിമുഖം, താമ്രപുഷ്പം ചെമ്പരത്തിപ്പൂവ്, മനയോല, ഏലത്തരി, ദേവദാരം, കുങ്കുമം, രാമച്ചം, ഇരട്ടിമധുരം, പതിമുഖം, ചെമ്പരത്തിപ്പൂവ് എന്നിവ പൊടിച്ച് തിളപ്പിച്ചാറിയ ജലം കൊണ്ടുള്ള കുളി അനിഷ്ടസ്ഥാനങ്ങളിൽ ബലം കുറഞ്ഞ സൂര്യൻ നിൽക്കുമ്പോൾ ശുഭഫലപ്രദമാണെന്ന് വിദ്വാൻമാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഔഷധങ്ങൾ അരച്ചു ശരീരത്തിൽ പുരട്ടി കുളിക്കുകയും ചെയ്യാം. പവിഴം ധരിക്കുകയും വേണം. മാണിക്യം, പത്മരാഗം എന്നീ രത്നങ്ങളും ധരിക്കാം. ഇവിടെ ഔഷധങ്ങൾ കൊണ്ടുള്ള ലേപനവും കുളിയുമാണ് പറയുന്നത്. ഇതെല്ലാം സൂര്യൻ്റെ കാരകത്വമാണ്. ഇനി ബലം കുറഞ്ഞ ചന്ദ്രൻ, സ്നാനവും പരിഹാരവും. ക്ഷീണചന്ദ്രൻ്റെ ദശാകാലത്ത് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളുടെ ശാന്തിക്കായി ഇമം ദേവ ഇത്യാദി മന്ത്രജപവും പലാശ സമിത്ത് കൊണ്ടുള്ള ഹോമവും ശംഖദാനവും ചെയ്യണം. അടുത്ത ശ്ലോകം നോക്കാം. പഞ്ചഗവ്യഗജദാനവിമിശ്രൈ ശംഖശുക്തികുമുദസ്ഫടികൈശ്ച ശീതരശ്മികൃതവൈകൃതശാന്ത്यै സ്നാനമേതദുദിതം നൃപതീനാം. പഞ്ചഗവ്യം
ആനയുടെ മധുജലം, ശംഖ്, മുത്തുച്ചിപ്പി, ആമ്പൽപ്പൂവ്, കുമുദം, ആമ്പൽപ്പൂവ്, സ്ഫടികം ഇവ ഉപയോഗിച്ചുള്ള കുളി ക്ഷീണചന്ദ്രൻ്റെ ദശാകാലത്തുണ്ടാകുന്ന കഷ്ടസ്ഥിതിക്കു ശാന്തി ഉണ്ടാക്കും. വെള്ളി, മുത്ത്, ചന്ദ്രകാന്തരത്നം എന്നിവ ധരിക്കുകയും ചെയ്യണം. ഈ പറഞ്ഞതെല്ലാം ചന്ദ്രൻ്റെ കാരകത്വം ഉള്ളവയാണ്. ഇവിടെ ഈ പഞ്ചഗവ്യം ഉണ്ടാക്കുന്നൊരു ശ്ലോകമുണ്ട്, ആദ്യം പറയാം. ഗോമൂത്രം നിജവാഞ്ചയാ പരിമിതം മൂത്രാർത്ഥകം ഗോമയം ക്ഷീരം സപ്തഗുണം ധിതിത്രിഗുണിതേ ഗോമൂത്രമാത്രം ഘൃതം. ഗോമൂത്രത്തിൻ്റെ പകുതി ചാണകം, പാല് 7 ഇരട്ടി, തൈര് 3 ഇരട്ടി, ഗോമൂത്രത്തിൻ്റെ അത്ര തന്നെ നെയ്യും എടുക്കണം. ഇങ്ങനെയാണ് ഒരു കണക്ക്. ഇനി വേറൊരിനോട് പറയുന്നുണ്ട്. ഘോഷകൃതിഗുണം മൂത്രം ദുഗ്ധം ദിദ്ധ്യാ ചതുർഗുണം ഘൃതം ചാഷ്ടഗുണേകെ ഗുണം ചൈവ പഞ്ചഗവ്യേ തഥാതിഥി. അതായത് ചാണകത്തിൻ്റെ 2 ഇരട്ടി ഗോമൂത്രവും 4 ഇരട്ടി പാലും 8 ഇരട്ടി നെയ്യും 8 ഇരട്ടി തൈരും, ഇങ്ങനെ ഒരു കണക്കും പറയുന്നുണ്ട്. ബലം കുറഞ്ഞ ബുധൻ സ്നാനവും പരിഹാരവും നോക്കാം. ഗോമയാക്ഷതഫലൈ സരോചനൈ ക്ഷൗദ്രശുക്തിഭവമൂലഹേമഭി സ്നാനമുക്തമിതമത്ര ഭോഭൃതാം ബോധനാശുഭ വിനാശനം ബുധൈ. ഗോമയം, അക്ഷതം, ഫലൈ നെല്ലിക്ക, സരോചനൈ ഗോരോചനം, ക്ഷൗദ്ര തേന്, ശുക്തി മുത്ത്, ഭവമൂലം പുഷ്കരമൂലം, ഹേം സ്വർണം. ഗോമയം, അക്ഷതം, നെല്ലിക്ക, ഗോരോചനം, തേന്, മുത്ത്, പുഷ്കരമൂലം, സ്വർണം എന്നിവ കൊണ്ടുള്ള സ്നാനം രാജാക്കന്മാർക്ക് കേതുദശയിൽ ബുധാപഹാരത്തിൽ ഉണ്ടാകുന്ന അശുഭങ്ങളെ നശിപ്പിക്കുമെന്ന് വിദ്വാൻമാർ പറഞ്ഞിട്ടുണ്ട്. സ്വർണം ധരിക്കുകയും വേണം. ഇതെല്ലാം ബുധൻ്റെ കാരകത്വമുള്ള വസ്തുക്കളാണ്. ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ശമിപ്പിക്കുന്നതിന് കയാനശ്ചിത്ര എന്നു തുടങ്ങിയ മന്ത്രജപവും കറുക കൊണ്ടുള്ള ഹോമവും നടത്തണം. ഇരുമ്പ് ദാനം ചെയ്യണം. അടുത്ത ബലം കുറഞ്ഞ ശനി സ്നാനവും പരിഹാരവും. ഹസിതതിലാഞ്ജനലോധ്രബലാഭി ശതകുസുമാഖനലാജയുധാഭി രവിതനയേ കഥിതം വിഷമസ്ഥേ ദുരിതഹൃദാ പ്ലവനം മുനിമുഖ്യൈ. അസിതതില എന്ന് വെച്ചാൽ കാരല്, അഞ്ജനം അഞ്ജനക്കല്ല്, ലോധ്രം പാച്ചോറ്റിത്തൊലി, ബല കുറുന്തോട്ടി, ശതകുസുമം ശതകുപ്പ, ഖനം മുത്തങ്ങ, ലാജം മലര്. കാരല്, അഞ്ജനക്കല്ല്, പാച്ചോറ്റിത്തൊലി, കുറുന്തോട്ടി, ശതകുപ്പ, മുത്തങ്ങക്കിഴങ്ങ്, മലര് ഇവ കൊണ്ട് തയ്യാറാക്കിയ ജലത്തിൽ കുളിക്കുന്നത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന, അതായത് കേന്ദ്രത്തിലും ത്രികോണത്തിലും 2-ലും 8-ലും 12-ലും നിൽക്കുന്ന ശനിയിൽ നിന്നും ഉണ്ടാകുന്ന ദുരിതങ്ങളെ ശമിപ്പിക്കുന്നു എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ശനിക്ക് ഇന്ദ്രനീലം ധരിക്കണമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കർമ്മ വിഭാഗമാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.